ഇന്ന് നമ്മൾ പോകുന്നത് വയനാട് എടയ്ക്കൽ കേവ് എന്ന് പറയുന്നൊരു ഗുഹ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ കുറച്ച് നടന്ന് വേണം ആ ഗുഹയിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് മേലോട്ട് കയറുകയാണ്. ഒരു മലയാണ്. വഴിയിൽ നമുക്ക് ചിത്രങ്ങളൊക്കെ വരച്ച ഒരു പാറ നമുക്ക് കാണാൻ സാധിക്കും. കുക്കുംബർ മാങ്ങ ഇതൊക്കെ ഉണ്ട് ഇവിടെ കഴിക്കാൻ. കുരങ്ങനും കുഞ്ഞു കുരങ്ങനും ആ മേളിലിരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു കുരങ്ങൻ. ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണാൻ സാധിക്കും. തൊപ്പി ഇഷ്ടം പോലെ തൊപ്പിയുണ്ട്. നമ്മളങ്ങനെ പോവുകയാണ് അല്ലേ? നമ്മൾ എന്താ കാണാൻ പോകുന്നത്? എടയ്ക്കൽ കേവ്. വയനാട് എടയ്ക്കൽ കേവിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അതിൻ്റെ പകുതി എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് കയറണമെങ്കിൽ ഇനി ഇവിടുന്ന് ഒരാൾക്ക് മാത്രം കയറിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഇടുക്ക് വഴിയാണ്. ഊടുവഴി എന്നൊക്കെ പറയുന്ന പോലെ ഊടുവഴിയിലൂടെയൊക്കെയാണ് നമുക്കിനി ഇതിനുള്ളിലേക്ക് കയറി പോകേണ്ടത്, ആ ഗുഹയ്ക്കുള്ളിലേക്ക്. താഴെ നിന്ന് ആൾക്കാർ മുകളിലേക്ക് കയറി വരുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ആ പാറയുടെ ഇടയിലൂടെ വഴിയിലൂടെ നമ്മൾ മേലോട്ട് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഇപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ താഴെ നിന്ന് ആൾക്കാർ കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കയറി ചെല്ലുന്നത് ഒരു ചെറിയൊരു ഗുഹയിലേക്കാണ്. അപ്പോൾ ഈ ഗുഹയിൽ ചെന്നിട്ട് വേണം ഇനി അടുത്ത ആ വലിയ ഇടയ്ക്കൽ കേവ് എന്ന് പറയുന്ന ആ വലിയ ഗുഹയിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ എത്തിയ ഗുഹയിൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോയൊക്കെ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിനൊക്കെ ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരോട് വന്നിട്ട് എല്ലാവരോടും വന്നിട്ട് പോകാൻ മതി. നമ്മള് പൊളിക്കുക അടിച്ച് പൊളിക്കാണ് നമ്മൾ. എല്ലാവരും വരട്ടെ, എല്ലാവരും ഒന്ന് ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. നമ്മുടെ പാർട്ടീസ് അതിൻ്റെ മേലെ കയറി അവിടെയൊക്കെ ഒന്ന് ഡാൻസ് കളിക്കും. അങ്ങോട്ട് പോകണ്ട. അറിയിപ്പ് പ്രവേശനം ഇവിടെ നിൽക്കാം. അങ്ങോട്ടില്ലെന്ന് താഴോട്ടാണല്ലോ പോലെ. നമുക്ക് താഴോട്ട് പോകുമ്പോൾ വെള്ളം വാങ്ങിക്കാം കേട്ടോ. 1-2 ഉപ്പ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടുന്നാണ് നമ്മൾ
മെയിൻ ആ ഇടയ്ക്കൽ കേവ് എന്ന് പറഞ്ഞ മെയിൻ ഗുഹയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടുന്ന് ആ പാറയുടെ ഇടുക്കിലൂടെ വേണം നമുക്ക് ഇറങ്ങി പോകാൻ താഴേക്ക്. കുറേ ആൾക്കാർ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് കയറി വരുന്നത് നമുക്ക് കാണാം. ഇടയ്ക്കൽ ഗുഹ. ഇതാണ് ആ ചരിത്ര പ്രസിദ്ധമായ ഇടയ്ക്കൽ ഗുഹ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ഈ ഗുഹയെ പറ്റിയുള്ള ചെറിയൊരു വിവരണം നമുക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ഗൈഡ് നമുക്ക് പറഞ്ഞു തന്ന ഒരു വിവരണം ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗുഹയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പാറ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് അത് കാണുന്നത്. നമ്മൾ മുകളിലോട്ട് വീഴാനായിട്ട് ഒരു പാറ ഇങ്ങനെ വന്ന് തങ്ങി നിൽക്കുന്ന രീതിയിൽ ആണ് അതിൻ്റെ മേൽക്കൂര കാണുന്നത് നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ആ ഗുഹയെ പറ്റിയുള്ള ചെറിയൊരു വിവരണം നമുക്ക് കേട്ടാലോ. 30,000 വർഷത്തോളം പഴക്കം പറയപ്പെടുന്നുണ്ട്. ശക്തമായൊരു ഭൂകമ്പത്തിൽ ഉണ്ടായതാണ്. എടയ്ക്കൽ എന്ന പേര് വരാനുള്ള കാരണം ഈ കല്ലുകൾ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. ഇൻ ബിറ്റ്വീൻ സ്റ്റോൺ, എടയ്ക്കൽ, രണ്ടിന്റെ ഇടയ്ക്കുള്ള കല്ല് എടയ്ക്കൽ എന്നർത്ഥം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 6000 വർഷം മുൻപ് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജനങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഒരു വീടായിട്ട് ഉപയോഗിച്ച് താമസിച്ചിരുന്നു. അപ്പൊ സമയത്ത് അവർക്ക് എന്നോട് സംസാരിക്കാൻ ലാംഗ്വേജിൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടും പിന്നെ അവർ കണ്ട കാര്യങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ന്യൂസ് ചെയ്തത് അവർ ചിത്രങ്ങളായിട്ട് വരച്ചു വെച്ചു. നമ്മൾ നവീന ശിലായുഗവും പ്രാചീന ശിലായുഗവും പഠിക്കുന്നതിൽ നവീന ശിലായുഗത്തിൽ ചിത്രങ്ങളാണ്. എടയ്ക്കൽ ഗുഹ പ്രശസ്തമാകാൻ കാരണം ഇങ്ങനത്തെ ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം എടയ്ക്കൽ കേവാണ്. 500 സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. സ്റ്റോൺ റെഫറൻസ് ഉപയോഗിച്ച് അവർ കോരി വരച്ചതാണ്. പക്ഷെ നമുക്ക് 20% കൺഫേം ആയിട്ടുള്ളൂ. കാരണം ഒരു സ്റ്റെപ്പ് ഒന്നോ ചിത്രങ്ങൾ വരച്ചു പോയി, മറ്റു സ്റ്റെപ്പ് ഒന്നും അതിന്റെ മുകളിൽ കോറി വരച്ചിട്ടുണ്ട്, എല്ലാം മനസ്സിലായിട്ടില്ല. അപ്പൊ മനസ്സിലായ മെയിൻ ചിത്രം എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? ഒരു ട്രൈബൽ ലീഡർ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഭദ്രന്റെ ക്രൗണൊക്കെ ധരിച്ച് നിൽക്കുന്ന ട്രൈബൽ ലീഡർ ചിത്രം. പേഴ്സിന്റെ ബാക്ക് സൈഡാണ്. മുൻവശവും പിൻവശവുമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നു. ഈ റൗണ്ട് ഒരു മുഖം, മുഖത്തിന്റെ വലത്തായിട്ട് നോക്കി ഒരു ആനയുടെ ചിത്രം കാണുന്നുണ്ടോ? ആനയിൽ വന്ന് തെറ്റാവുന്ന ഒരു ആനയിലോട്ടാണ്. ഇവിടെ ഒരു സ്ത്രീയും കുട്ടിയും കൈ പിടിച്ച് നിൽക്കുന്നു, കാണുന്നുണ്ടോ? ഒരു സ്ത്രീ, ഒരു കുട്ടി. ഈ റൗണ്ട് നമ്മൾ കാണുന്നത് സൂര്യനെ അനുസ്മരിക്കുന്നു. സൂര്യന്റെ മുകളിൽ നോക്കി ഒരു മയിലിന്റെ പീക്കോക്ക് കാണുന്നുണ്ടോ? മയില്. അവിടെ ലാഗ് പോലെ കാണുന്നത് തുണ്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ വീടുകളുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളാണ്. ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എടയ്ക്കൽ ഗുഹ പ്രശസ്തമാകുന്ന ഇന്നത്തെ ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം എടയ്ക്കൽ കേവാണ്. അതുകൊണ്ടാണ് എടയ്ക്കൽ ഗുഹ പ്രശസ്തമാകുന്നത്. 2 ലിപികളുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പൊ അത് വിസിബിൾ അല്ല. അവിടെ ലൈറ്റ് വരുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ആ ലിപികളിൽ എഴുതിയിരിക്കുന്നത് ബ്രഹ്മിൻ തമിഴാണ്. 2000 മുതൽ 2500 വർഷം പഴക്കമുണ്ട്. പല പുലിയെ കൊന്ന ധൈര്യശാലിയായിരുന്ന നേതാവ് ഗുഹയിൽ താമസിച്ചിരുന്നു എന്നാണ് ബ്രഹ്മിൻ തമിഴിൽ എഴുതിയിരിക്കുന്നത്. കേവ് കണ്ടുപിടിക്കുന്നത് 1894 അന്നത്തെ മലബാറിന്റെ പോലീസുണ്ടായിരുന്ന ഫെഡറിക് ഫൗസറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. സീരവളിൽ നിന്നും 4000 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അവിടെ ഡ്രെയിനേജ് ഉണ്ട്. മഴ കഴിഞ്ഞ വെള്ളം അവിടെ കൂടെ തങ്ങിയിരിക്കുകയാണ്, അത് കൂടെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജനങ്ങൾ എവിടെ താമസിച്ചിരുന്നത് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ 2 കേവ് ഉണ്ട്, ഒന്ന് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തു. ഇത് വന്നിട്ട് സെക്കൻഡ് കേവ്. സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിൽ സമുദ്രത്തിൽ നിന്നും ഏകദേശം 4000 ഫീറ്റ് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോക്ക് ഷെൽട്ടറാണ്. ജനങ്ങൾ ഇവിടെ താമസിച്ചു. 6000 വർഷം താമസിച്ചു. ഗുഹയ്ക്ക് 30,000 വർഷവും ചിത്രങ്ങൾക്ക് 6000 വർഷം പഴക്കമുണ്ട്.